തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് എം.ജി. റോഡിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കച്ചവട സ്ഥാപനങ്ങളും ആധാരമെഴുത്ത് ഓഫീസും അഭിഭാഷകരുടെ ഓഫീസും പ്രവർത്തിച്ചുവെന്ന ഓടിട്ട കെട്ടിടത്തിന്റെ മുകൾ ഭാഗമാണ് തകർന്നത്. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. ചൊവ്വാഴ്ച രാവിലെ 10:30-യോടെയാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് എം.ജി. റോഡിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര പൊട്ടിവീണത്. ശാന്ത സ്റ്റോഴ്സിന്റെ മേൽക്കൂര തകർന്ന് ഓടുകൾ വീണതോടെ കച്ചവടക്കാർ പരിഭ്രാന്തിയിലായി. കെട്ടിടത്തിന്റെ അകത്തുണ്ടായിരുന്നവർ പെട്ടെന്ന് പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തലശ്ശേരി സ്വദേശി ആലപ്പി കെയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അപകടത്തിൽപ്പെട്ട കെട്ടിടം. അപകടം നടന്ന കെട്ടിടത്തിന്റെ എല്ലാ ഭാഗങ്ങളും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിച്ചു. മറ്റ് അപകട സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. നഗരത്തിലെ പഴയ കെട്ടിടങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ പറഞ്ഞു. മുനിസിപ്പൽ അധികൃതരും എഞ്ചിനീയറിംഗ് വിഭാഗം പോയി നോക്കിയിട്ടുണ്ട്. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ഇതേപോലെ തലശ്ശേരി നഗരത്തിൽ ഇത്ര സാധ്യതയുള്ളതോ ശ്രദ്ധയപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ തെറ്റാൻ നഗരസഭ നടപടിയെടുത്തിട്ട് പരിഹാരം കാണുമെന്ന് പറയുകയാണ്. തലശ്ശേരി ദുരന്ത നിവാരണ സേന ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ചെയർമാനായിക്കൊണ്ട് മുനിസിപ്പൽ സെക്രട്ടറി ആയിക്കൊണ്ടും ഒരു കമ്മിറ്റിയുണ്ട്. അത് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർക്ക് ഗ്രൂപ്പിൻ്റെ തലശ്ശേരി മുനിസിപ്പാലിറ്റി വികസന സെമിനാർ പ്രധാന അജണ്ടയായിട്ട് വർക്ക് ഗ്രൂപ്പ് ചർച്ചയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒട്ടേറെ പഴയ കെട്ടിടങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതികളുണ്ട്. നഗരത്തിൽ പല ഭാഗങ്ങളിലും അപകടാവസ്ഥയിലായ കെട്ടിടം നിലനിൽക്കുന്നുണ്ടെന്നും നഗരസഭ നടപടിയെടുക്കണമെന്നും നഗരസഭാ കൗൺസിലർ എ ഷർമിള പറഞ്ഞു. അതൊക്കെ ഇങ്ങനെയുള്ള അപകടാവസ്ഥയിൽ തന്നെയാണ്. മെയിൻ റോഡിലായാലും പഴയ ബസ് സ്റ്റാൻഡിലായാലും പുതിയ ബസ് സ്റ്റാൻഡിലായാലും കെട്ടിടങ്ങൾ ഒരുപാട് തന്നെയുണ്ട്. ഇതൊക്കെ ഒരു പുനർനിർണയം നടത്തിക്കൊണ്ട് തലശ്ശേരി നഗരസഭ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ജനങ്ങളുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന ഈ കെട്ടിടങ്ങളിലൊക്കെ പ്രശ്നമില്ലാത്ത രീതിയിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. സംഭവ സമയം ആളുകൾ കുറവായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഈ കെട്ടിട തകർച്ചയ്ക്ക് കാരണം നഗരസഭയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സാധാരണക്കാരൻ മുനിസിപ്പാലിറ്റി ഒരു പ്ലാൻ കൊടുത്താൽ അനാവശ്യമായ നിയമക്കുരുക്കും മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതെങ്ങനെ അതിനെപ്പറ്റി അത് കാലതാമസപ്പെടുത്താം അല്ലെങ്കിൽ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്ന നഗരസഭ ഇത്തരം കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമായ വസ്തുതയാണ്. തലശ്ശേരിയിലെ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് പൊളിച്ചു മാറ്റണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയ കെട്ടിടങ്ങൾ പോലും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നഗരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, വൈസ് ചെയർപേഴ്സൺ വി സതി, നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ, നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കോഴിക്കോട് വലിയങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം നടന്ന കെട്ടിട ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാപ്പകൽ തിരക്കൊഴിയാത്ത തലശ്ശേരി നഗരത്തിലെ പഴയ കെട്ടിടങ്ങളും ആളുകളിൽ ഭീതി വിതയ്ക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.